ഹായ് ഹലോ പാറു സ്റ്റോറി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഇതെന്താ കഥയെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് കണ്ണന് ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ്. എപ്പോൾ തീ കത്തിച്ചാലും അതിപ്പോൾ ഷവർ കത്തിച്ചാലും അതെ, ഗ്യാസ് കത്തിച്ചാലും അതെ, എൻ്റെ മോൻ അത് തമ്പോ എന്ന് പറഞ്ഞുകൊണ്ട് തൊഴും. ഇങ്ങനെ തന്ത്രപ്പാടൊക്കെ കാണിക്കുന്ന കുരുപ്പുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാലത്ത് തുടങ്ങി ഫോട്ടോ എടുക്കാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ലാസ്റ്റ് ഫോട്ടോ എടുത്തൊരു 7 മണി 8 മണി ആ ഒരു ടൈമിലായപ്പോഴാണ് എടുത്തത്. അപ്പോൾ പോകാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വേഗം ചെക്കനെ റെഡിയാക്കാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. അപ്പോൾ അവന് ഇടിയിപ്പിച്ച ഡ്രസ്സ് എന്ന് പറയുന്നത് അവൻ കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടായിരുന്നൊരു ഡ്രസ്സാണ്. അതുകൊണ്ട് തന്നെ അത് ടൈറ്റായിരുന്നു. പിന്നെ ഇത്തിരി നേരത്തൊക്കെ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അത് ഇടിപ്പിച്ചു. പിന്നെ ഒരു മഞ്ഞ ഷോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അരയിലൊക്കെ കെട്ടിക്കൊടുത്തു. ഇരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ണ് പിരികം എഴുതാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ പിന്നെ പിരികമൊന്നും എഴുതിക്കലില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ കിടന്നുണ്ടായിരുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പിരികം എഴുതിച്ചത്. ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ അവനൊന്ന് പിരികം എഴുതാൻ. ഞാൻ പിരികം എഴുതും, സാധനം മായ്ച്ച് കളയും, ഇത് തന്നെയായിരുന്നു പണി. ലാസ്റ്റേക്ക് മറ്റേ കിരീടം ഒക്കെ കയ്യിൽ കൊടുത്തിട്ടാണ് ഒരുവിധം നിർത്തി എഴുതിച്ചത്. ഓടക്കുഴലും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഞാൻ കണ്ണമ്മോനെ 85 ദിവസം പ്രായമുള്ളപ്പോഴാണ് കേട്ടോ ഒന്ന് കൃഷ്ണനാക്കിയത്. അപ്പോൾ ആൾ ഫുൾ ടൈം ഉറക്കം വരുന്നത് കൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും വെച്ചാൽ ഉറക്കം വരുന്നതുകൊണ്ട് നമുക്ക് ഒരുക്കാനൊക്കെ എളുപ്പമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യമാണ് പണി കിട്ടിയത്. ഞാനൊരു പൊട്ട് തൊടിയിക്കാൻ വേണ്ടിയിട്ട് എന്തോരം നേരമാണെന്നോ കഷ്ടപ്പെട്ടത്. സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ തളരില്ല രാമൻകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ അവനെ ഒരു കുഞ്ഞു കുറിയൊക്കെ തൊടിയിപ്പിച്ച് കേട്ടോ. കണ്ണെഴുതിയില്ല. ഞാൻ അവനെ കണ്ണൊന്നും അങ്ങനെ എഴുതിക്കാറില്ല. കണ്ണും പിരികമൊന്നും എഴുതിക്കാറില്ല. പിന്നെ ഞാനൊരു മാല എടുത്ത് കയ്യിൽ വള പോലെയൊക്കെ ഇട്ട് കൊടുത്തു. പക്ഷേ ഞാൻ വേറെ സാധനം എടുക്കാൻ പോയ തക്കത്തിന് തന്നെ അവൻ അതൊക്കെ അഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓരോന്ന് ഇടിയിപ്പിക്കും, അവൻ അതിൻ്റെ പുറകെ ആയിട്ട് ഊരുമായിരുന്നു. പിന്നെ ആദ്യം ഇട്ടപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ആൾക്ക്. അതിൻ്റെയാണ് ഈ കാണുന്നത്. പിന്നെ അതങ്ങനെ തന്നെ ഊരിയെടുത്ത്. ഞാൻ പിന്നെയും ഇടിയിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഊഞ്ഞാൽ വന്നൊന്ന് തലയിൽ കൊണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു ഷോൾ പോലെ മേത്ത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം അതും ഈ പറഞ്ഞ പോലെ ഇട്ട് കൊടുക്കാനും ആൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അരപ്പട്ടയും കെട്ടിക്കൊടുത്തു. കയ്യിൽ പിന്നെ ഞാൻ ആ സാധനം ഇട്ട് കൊടുത്തു, മാല ഇട്ട് കൊടുത്ത്. ഞാൻ ഇച്ചിരി കയറ്റി വെച്ചതുകൊണ്ട് പിന്നെ അവന് ഊരാൻ പറ്റിയില്ല. പിന്നെ ഇച്ചിരി മയിൽപ്പീലിയൊക്കെ വെച്ച് ഞങ്ങൾ ഇക്കിളിയൊക്കെ ആക്കി. പിന്നെ അവനിങ്ങനെ ഞാനവിടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അവനിങ്ങനെ നടക്കാൻ കൊണ്ടുപോയി. അപ്പോൾ ആളിച്ചിരി ഹാപ്പി ആയിട്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അവൻ്റെ വിചാരം ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റ പോകണേണെന്നാണ്. അപ്പം അങ്ങനെ ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ അവനിങ്ങനെ നടക്കുന്നത്. അപ്പോൾ ആൾ പതുക്കെ ഒന്ന് വീഴുകയും ചെയ്തു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കൃഷ്ണൻ വീണ് പോയി. കണ്ണനെ ഐസ്ക്രീം കൊടുത്ത് പറ്റിച്ചു ഗൈസ്. അപ്പം അവനാണെന്നുണ്ടെങ്കിൽ അത് വായിൽ വെക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വായിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് എടുത്ത് വെച്ചിട്ടും ആൾ കൈകൊണ്ട് വാരി കഴിക്കുന്നുണ്ടായിരുന്നില്ല അത്. അവനിങ്ങനെ കളയാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ഇൻട്രസ്റ്റ്. ഓടക്കുഴലിട്ട് അതിലേക്ക് ഇട്ട് ഇളക്കാനും അങ്ങനെ. അത് ഞാനൊരു ഗ്ലാസ്സിൽ കുടത്തിൽ നമുക്ക് അത്രയും ക്വാണ്ടിറ്റി വേണ്ട, എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ ഞാൻ ഐസ്ക്രീം നിറച്ച് വെച്ചത്. അതൊക്കെ അവൻ കഴിച്ചില്ല മര്യാദയ്ക്ക്. അവനിങ്ങനെ എടുത്ത് കളയണമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.